ഹലോ ഗൈസ്, ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളതിൽ ഗൂഗിൾ പിക്സൽ 9 സ്മാർട്ട് ഫോൺ ഉണ്ട്. നമ്മൾ ബിഗ് ബില്യൺ ഡേ സെയിലിൽ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസും എനിക്ക് കിട്ടിയ ഇനിഷ്യൽ ഇംപ്രഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ടെക്ക് ഫോളോ ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടേ ഒരു ആഗ്രഹമായിരുന്നു ഈ പിക്സൽ സ്മാർട്ട് ഫോൺ എടുക്കണം എന്നുള്ളത്. പക്ഷേ പിക്സലിൻ്റെ ഇന്ത്യയിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല, അവർ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ഇറക്കുന്നത്. പിന്നെ സെയിലിലൊക്കെ വില കുറഞ്ഞ് കിട്ടുമ്പോൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഡിസിഷൻ. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഗൂഗിൾ പിക്സലിനെ നമുക്ക് 39,000 കിട്ടിയത്. 36 ആയിരിക്കും പ്രൈസ് എന്നാണ് അവർ കാണിച്ചത്. പക്ഷേ വാങ്ങാൻ നിന്നപ്പോൾ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ആദ്യം ഇതിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. നമുക്ക് ബോക്സിൽ ചാർജറൊന്നും വരുന്നില്ല, ഫോണ്, ഡാറ്റ കേബിള്, പിന്നെ ഡോക്യുമെൻറ്റേഷൻ, സിം ഇജക്ടർ ടൂള്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ബോക്സ് നിങ്ങൾ സൈഡ് വഴി സ്ലൈഡ് ചെയ്തെടുക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇത് വരുന്നത്. ബോക്സിൽ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇമ്പ്രസ് ചെയ്യിക്കുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ഡിസൈൻ. എന്ന് വെച്ചാൽ ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിൻ്റെ 6.3 ഇഞ്ച് ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. മെറ്റാലിക് ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ മെറ്റാലിക് ക്യാമറ വൈസറും അതൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു പ്രീമിയം ഫീൽ തന്നെയാണ് ഈ ഫോൺ നമുക്ക് കയ്യിലെടുക്കുമ്പം കിട്ടുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാ ഫോൺസ് പോലെയല്ല, പവർ ബട്ടൺ മുകളിലും വോളിയം ബട്ടൺ താഴെയാണ്. അങ്ങനെയാണ് ഈ പിക്സൽ വരുന്നത്. നമുക്ക് USB 3.2 സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. അത് ഭയങ്കര കിട്ടുള്ള ഒരു കാര്യമാണ്. ഫാസ്റ്റർ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ബാക്കിൽ ഗ്ലോസി ഫിനിഷാണ് കേട്ടോ. അത് മാറ്റ് ഫിനിഷ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തന്നെ. പിന്നെ വാട്ടർ പ്രൂഫ് റേറ്റിംഗ് IP68 റേറ്റിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് 198 ഗ്രാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വരുമ്പോൾ പ്രതീക്ഷിച്ച് ഇത്തിരി ഹെവി ആയിരിക്കും. 6.3 ഇഞ്ച് ഡിസ്പ്ലേയിൽ 6.3 ഇഞ്ച് ആ ഒരു സൈസിൽ നമുക്ക് 198 ഗ്രാം വരുമ്പോൾ ഹെവി സൈഡ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എടുക്കാനൊക്കെ നല്ല കംഫർട്ടബിളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡിസ്പ്ലേയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ, ഫുൾ HD+ റെസൊല്യൂഷനാണ് വരുന്നത്. ഓക്കെ, ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. നമ്മളൊരു ഫ്ലാഗ്ഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല കളേഴ്സും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ബ്രൈറ്റ്നസ് HBM മോഡിൽ വരുന്നത് 1800 നിറ്റ്സ് ആണ്. പുറത്താണ് കൊണ്ടുപോകുമ്പോൾ നല്ല ബ്രൈറ്റും കാര്യങ്ങളൊക്കെയാണ്, ഒരു പ്രശ്നമില്ല. HDR സപ്പോർട്ടും എല്ലാം വരുന്നുണ്ട്. പിന്നെ സ്പീക്കേഴ്സ് അടിപൊളിയാണ്. നിങ്ങൾക്ക് സാമ്പിൾസ് കേട്ട് നോക്കാം. എന്ന് പറയും. ഈ ഡിസ്പ്ലേയിൽ ഒരേ ഒരു കുറവുള്ളത് ഇതിൻ്റെ മറ്റേ PWM ഡിമ്മിങ്ങിൻ്റെ എന്ന് വെച്ചാൽ ലോ ബ്രൈറ്റ്നെസ്സിൽ ഐ സ്ട്രെയിൻ കുറയ്ക്കുന്ന ആ ഒരു വാല്യൂ, അത് 240 ഹെർട്സ്. അത് അത്ര നല്ലതല്ല എന്ന് പറയാം. അപ്പോഴത് അത് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ആണോ എന്നുള്ളതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ബാക്കി ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നല്ല അടിപൊളിയാണ്. പിന്നെ ഡീഫാൾട്ടായിട്ട് സ്മൂത്ത് ഡിസ്പ്ലേ 120 ഹെർട്സ് ഓഫായിട്ടാണ് വരുന്നത്. അപ്പോഴത് നമ്മൾ സെറ്റിങ്സിൽ പോയി എനേബിൾ ചെയ്യണം. പിന്നെ സെക്യൂരിറ്റിക്ക് ഡിസ്പ്ലേയിൽ തന്നെ ഇതിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. അത് നല്ല ഫാസ്റ്റ് ആൻഡ് റിലയബിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സാധാ ഒപ്റ്റിക്കൽ വെച്ച് നോക്കുമ്പം അൾട്രാസോണിക് ബെറ്റർ തന്നെയാണ് എപ്പോഴും. ഇനി ഈ ഫോണിൻ്റെ പെർഫോമൻസ് ഞാൻ പറയും, ഗെയിമിംഗ് നിങ്ങൾക്ക് ഭയങ്കര പ്രയോറിറ്റി ആണെങ്കിൽ ഇത് അത്ര നല്ല ചിപ്സെറ്റ് അല്ല ഇതിൽ വരുന്നത്. ടെൻസർ G4 ചിപ്സെറ്റാണ് വരുന്നത്. അതിൻ്റെ Geekbench 6 സ്കോറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. ആവറേജ് ഒരു സ്കോർസാണ് നമുക്ക് വരുന്നത്. അപ്പോഴേ ഹെവി ഗെയിം നിങ്ങളെ മൈൻഡ് സെറ്റിലുണ്ടെങ്കിൽ ഇത് അത്ര നല്ല ഫോണല്ല. പക്ഷേ സാധാ യൂസിനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതുവരെ ഞാൻ കുറച്ച് നേരം യൂസ് ചെയ്താൽ എനിക്ക് വേറെ സീനായിട്ടൊന്നും തോന്നിയില്ല. അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് Android 15 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. പിന്നെ ഇവരുടെ ഈ ഫേമസ് പിക്സൽ എക്സ്പീരിയൻസ് വരുന്നുണ്ട്. ഗൂഗിളിൻ്റെ ആ ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എക്സ്ട്രാ ആപ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, മിനിമൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിനെ എൻഹാൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് ഇവരുടെ ഹാപ്റ്റിക്സ്. മനസ്സിലായി, ഹാപ്റ്റിക്സും ക്വാളിറ്റി, മോട്ടറിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. പിന്നെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി, ബ്രൈറ്റ്നസ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും, പിന്നെ റീസെൻറ്റ് ആപ്സിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോഴും, ആപ്പ് ഡ്രോവർ തുറക്കുമ്പോഴും, ക്യാമറ ആപ്പിലും എല്ലാം ഹാപ്റ്റിക്സ് കുത്തി ഇറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത് ഭയങ്കര പ്രീമിയം ഫീലാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ഹാപ്റ്റിക്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറയും പിക്സലും കളർ വോയ്സുമാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യം. പിന്നെ ആപ്പ് ഓപ്പണിംഗ് ക്ലോസിംഗ് അനിമേഷൻസ് നൈസാണ് കേട്ടോ. പിന്നെ ഈ ഫോണിന് 6 വർഷത്തെ OS അപ്ഡേറ്റ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ Android 21 വരെ കിട്ടും. പിന്നെ പിക്സൽ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ ഇനി എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ ജസ്റ്റ് കുറച്ച് യൂസ് ചെയ്തേ ഉള്ളൂ. സോഫാർ എനിക്ക് സോഫ്റ്റ്വെയർ ഗുഡായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ക്ലീൻ മിനിമൽ എക്സ്പീരിയൻസ് ആണ് താല്പര്യമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പിക്സലിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇഷ്ടം. ഇനി സോഫ്റ്റ്വെയർ പോലെ തന്നെ പിക്സലിൻ്റെ ഫേമസ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് പിക്സലിൻ്റെ ക്യാമറാസ്. ഇതിൽ നമുക്ക് റിയറിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MB മെയിൻ ക്യാമറയും 48 MB അൾട്രാവൈഡ് ക്യാമറയും. 50 MB മെയിൻ ക്യാമറ അത്യാവശ്യം നല്ല സെൻസർ സൈസാണ് കേട്ടോ. 1/1.3 ഇഞ്ച് സൈസ് സെൻസറാണ് വരുന്നത്. പിന്നെ സെൽഫി ക്യാമറ 10.5 മെഗാപിക്സലാണ് വരുന്നത്. ഇതുവരെ എടുത്ത കുറച്ച് സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം. ടിപ്പിക്കൽ ആ ഒരു പിക്സൽ പ്രോസസ്സിംഗ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് അല്പം കൂട്ടി, ഒരു നാച്ചുറൽ കളേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ക്യാമറയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും, അപ്പോഴും ഷെയർ ചെയ്യാം. വീഡിയോസ് നമുക്ക് 4K 60 FPS എല്ലാ ലെൻസിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് വീഡിയോ സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ക്യാമറയുടെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിവ്യൂവിൽ കവർ ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഹെവി ഗെയിമിങ്ങിന് പറ്റുന്ന ഒരു ചിപ്സെറ്റ് അല്ല.
അതുപോലെ തന്നെ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ചാർജിങ് സ്പീഡ്. 30 വാട്ട് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടാണ് വരുന്നത്. പക്ഷേ 1.5 മണിക്കൂർ എന്തായാലും ഇത് ചാർജ് ചെയ്യാൻ നമുക്ക് എടുക്കും. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 4700 mAh ആണ്. അപ്പോൾ ചാർജിങ് നിങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഫോൺസിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇച്ചിരി പ്ലാൻ ചെയ്യേണ്ടി വരും. ബാറ്ററി ബാക്കപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കണം, മനസ്സിലായി. ഇപ്പം കുറച്ച് യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ബാറ്ററിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ റിവ്യൂവിൽ പറയുന്നതായിരിക്കും. പിന്നെ ചാർജർ ബോക്സിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ 25 വാട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളിൽ നത്തിങ് CMFൻ്റെ 33 വാട്ടിൻ്റെ ചാർജറൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ചാർജർ പിന്നെ ഇവരുടെ ഗൂഗിളിൻ്റെ ഒറിജിനൽ ചാർജർ ഭയങ്കര എക്സ്പെൻസീവ്. അപ്പോൾ ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് നല്ല ചാർജറിൻ്റെ ലിങ്ക്സ് കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ കേസും ടെമ്പറുടെയും ബെസ്റ്റ് ലിങ്ക്സ് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടിയ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ. എന്തായാലും ഇതിന് 1-2 മാസം യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അണ്ടർ 40,000 നല്ല ഫോൺ തന്നെ കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഹെവി ഗെയിമിങ് ആ ഒരു സംഭവം ഇല്ലെങ്കിൽ നല്ല അടിപൊളി ഫോൺ തന്നെ. കാരണം യൂഷ്വലി ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് 70,000 റേഞ്ചിലും 65,000 അങ്ങനെയൊക്കെയാണ് വരുന്നത്, മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല ഒരു കിഡിലൻ ഡീലായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ Pixel 9 ബിഗ് ബില്യൺ ഡേ സെയിലിൽ വാങ്ങിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ പിക്സൽ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ താഴെ കമൻസിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.